സുരേഷ് നിങ്ങളുടെ നല്ലൊരു കസ്റ്റമറാണ്. സുരേഷിനെ പോലെ കുറച്ച് നല്ല കസ്റ്റമേഴ്സ് നിങ്ങൾക്കുണ്ട്. പക്ഷെ ദിവസവും നിങ്ങളുടെ കോമ്പറ്റീറ്റർ സുരേഷിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. നല്ല പ്രോഡക്റ്റും സർവീസും പ്രൈസിങ്ങും മറ്റ് ഫെസിലിറ്റീസും കൊടുക്കാമെന്ന് നിരന്തരം അവർ സുരേഷിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ തൽക്കാലം സുരേഷ് നിങ്ങളെ വിട്ടു പോകുന്നില്ല. കാരണം സുരേഷിന് നിങ്ങളെ വിശ്വാസമാണ്. ആ വിശ്വാസം പക്ഷേ നിങ്ങളുടെ കോമ്പറ്റീറ്റർ അടുത്തും സുരേഷിന് ഉണ്ടായേക്കാം. കാരണം അത്തരത്തിൽ കോമ്പറ്റീറ്റർ സുരേഷിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. സുരേഷ് സ്ഥിരം ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ കോമ്പറ്റീറ്റർ അവന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുള്ളി ആദ്യം ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. ഏറ്റവും പുതിയത് തന്നെയല്ലേ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് സംശയിക്കും. പതുക്കെ പതുക്കെ നിങ്ങളെ കോമ്പറ്റീറ്ററെ പരീക്ഷിക്കാൻ സുരേഷ് തയ്യാറാവും. പക്ഷേ ആ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും പുതിയ വിവരം നിങ്ങളിലൂടെയാണ് സുരേഷ് അറിഞ്ഞിരുന്നതെങ്കിൽ മറ്റേത് സോഴ്സും സുരേഷിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. സുരേഷിന് കൂടുതൽ കോൺഫിഡൻസ് ഫീൽ ചെയ്യും, നിങ്ങളുള്ള വിശ്വാസവും കൂടും. ഇത് നടക്കാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. ഇതിന് നമുക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് നിരന്തരം കണക്റ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലെ ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസം 2.5 മുതൽ 3 മണിക്കൂർ വരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു.